അയ്യോ അവിടെ അല്ല സെൻട്രൽ. ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, റോട്ടിലൊന്നും ആരുമില്ല ഗൈസ്, കണ്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ? ഞങ്ങൾ പൊൻകുഴി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ബലി ഇടാൻ വേണ്ടി പോവുകയാണ്. ഏട്ടൻ്റെ അച്ഛന് നമ്മൾ ആണ്ട് ബലി ഉണ്ടല്ലോ വർഷത്തിലിടുന്ന, ആ ഒരു ബലി ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ ഏട്ടൻ കാറെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. നമ്മളെ കാറ് വർക്ക്ഷോപ്പിലാണ്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടൊരു സ്ഥലം വരെയൊക്കെ പോകുന്നത്. പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു എന്തായാലും കേട്ടോ. സൂര്യൻ അങ്ങോട്ട് മുഴുവനായിട്ട് ഉദിച്ച് വന്നിട്ടില്ല, എന്നാലും നല്ല ഒരു ചെറിയൊരു വെളിച്ചം കേട്ടോ. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു രാവിലെ ഞങ്ങൾക്ക് പോകുമ്പോൾ എന്തായാലും കാണാൻ കഴിഞ്ഞത്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ രണ്ടാളെയും കൂട്ടിയിട്ടില്ല, കാരണം രാവിലെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തുമ്മാൻ തുടങ്ങും കേട്ടോ. അപ്പൂനും കുഞ്ഞുവിനൊക്കെ അലർജി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് രണ്ടാളെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. പിന്നെ രണ്ടാൾ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മേൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അപ്പൂന് സ്കൂളിൽ പോകണം, 8:30 ആകുമ്പോൾ അവന് സ്കൂളിലും പോകണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് പോയത്. ഞങ്ങൾ പോയിട്ട് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ മുത്തങ്ങ എത്തി തോന്നുന്നുണ്ട് കേട്ടോ. മുത്തങ്ങ ചെക്ക് പോസ്റ്റാണിത്. അപ്പം ഇനി അങ്ങോട്ട് 2 വർഷങ്ങളിലായിട്ട് കാടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് എല്ലാം താഴ്ത്തും കാറിൻ്റെ, കാരണം കാഴ്ചകൾ കാണാൻ വല്ല പുലീനെ കാണാൻ ചാൻസ് ഇല്ല, പോത്തിനെയൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പം അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം മാനിനെ കണ്ടു. ഞാനിരിക്കുന്ന ഭാഗത്തായിരുന്നു കേട്ടോ മാന്, പക്ഷെ ഞാനത് കണ്ടില്ല, ഏട്ടനാണ് കണ്ടത് കേട്ടോ. ഒരു കൂട്ടം മാനുകൾ ഉണ്ടായിരുന്നു. ഈ സൈഡിലുണ്ട് 2-3 അങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു കാഴ്ചയാണ്. മാനിനെ എന്തായാലും കാണാൻ പറ്റി. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്, കാരണം വെള്ളം കണ്ടോ നിങ്ങൾ? ആ വെള്ളത്തിലാണ് നമ്മൾ മുങ്ങി കയറേണ്ട കേട്ടോ. നമ്മൾ ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ആദ്യം മുങ്ങണം. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്ന ഒരു അമ്പലം എന്ന് പറയുന്നത് പൊൻകുഴിയിലേക്കാണ്. പിന്നെ തിരുനെല്ലിയുള്ളത്. തിരുനെല്ലി കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് തോർത്ത് വാങ്ങാൻ വേണ്ടി പോയി ഏട്ടനെ. അപ്പോൾ ഞാൻ 2-3 എന്താ പറയുക കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവരവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഇനി അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ ബലിയൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. ബലി ഇടുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ട് എന്താ പറയുന്നത് ഒരു 70 രൂപ അടയ്ക്കണം കേട്ടോ. ഒരാൾക്ക് ബലി ഇടണമെങ്കിൽ നമ്മൾ 70 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ അതെല്ലാം അടച്ച് നമ്മൾ സ്ലിപ്പെല്ലാം വാങ്ങിയിട്ട് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ പുഴേൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോവുക കേട്ടോ. വലിയൊരു പുഴയായിട്ടുണ്ട്. നല്ലോണം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ വെള്ളം ചുഴിയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഏട്ടാ അധികം അങ്ങോട്ട് പോയി മുങ്ങല്ലേ, ഇവിടെ അടുത്ത് തന്നെ വന്ന് മുങ്ങിയാൽ മതി, തലയിലേക്ക് വെള്ളം ആക്കിയാൽ മതി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എനിക്ക് പേടിയൊക്കെ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടേക്ക് പടികളുണ്ട് നമുക്ക്, എന്നാലും വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. അപ്പോൾ പേടിയാവും കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. അങ്ങനെ നമ്മളാണ് തോന്നുന്നത് ആദ്യം വന്നത്. പിന്നെ നമ്മൾ വന്നതിന് ശേഷം വേറൊരു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പുണ്ണി കുറേ വട്ടം വിളിച്ചു കേട്ടോ. അമ്മ എവിടെ പോയി, അച്ഛൻ എവിടെ പോയി, എന്നെ കൂട്ടാതെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ വിളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ അമ്പലത്തിലേക്ക് വന്നതാണ്, മോൻ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വയ്യ, ഞാൻ സ്കൂൾ ലീവാക്കും, അമ്മയും അച്ഛനും എന്നെ കൂട്ടാണ്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കൂളിലേക്ക് വിട്ടോ, അച്ഛനും അമ്മയും നേരെ വന്ന് നിന്നെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും, അവനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ നേരെ കൂട്ടി വരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബലിയെല്ലാം ഇട്ടു. അതിനുശേഷം അമ്പലത്തിലേക്ക് പോയി. എന്നിട്ടാണ് നമ്മൾ തൊഴാൻ വേണ്ടി പോയത് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയി. ഏട്ടനോടൊന്ന് സിന്ദൂരം വെച്ച് തരുമോ എന്ന് വെച്ചപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നിട്ട് ഒരു സൈഡിൽ വെക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു സെൻറ്ററിൽ വെക്കുമെന്ന്. അങ്ങനെ സിന്ദൂരം എല്ലാം വെച്ചു. പിന്നെന്താ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് വിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് കുങ്കുമാണ് കിട്ടിയത് കേട്ടോ പ്രസാദമായിട്ട്. 2 അമ്പലങ്ങളുണ്ട് കേട്ടോ തൊട്ടടുത്തായിട്ട്. അങ്ങനെ നമ്മൾ ആദ്യം കയറിയെടുത്ത് നമുക്ക് അമ്പലത്തിൽ നിന്ന് നമുക്ക് ചന്ദ്രനാണ് കിട്ടിയത്. പിന്നെ കയറിയെടുത്തുനിന്ന് നമുക്ക് കുങ്കുമാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അതെല്ലാം തൊട്ടു. അതിനുശേഷം ഏട്ടൻ ബനിയനെല്ലാം എടുത്തിട്ടു. അതിന് ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ്. ഇനി വീട്ടിലേക്കാണ് നേരെ വെച്ച് പിടിക്കുന്നത്. മഴ എന്തോ ഭാഗ്യത്തിന് ബലി ഇടുമ്പോൾ ഒന്നും മഴ ഉണ്ടായില്ല, ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അപ്പോൾ നമ്മളിന്ന് അച്ഛന് ബലിയിടാൻ വേണ്ടി പോയതാണ്. ബലിയിട്ടു. മുത്തങ്ങയിലെ പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ബലിയിട്ടത്. ബലിയിട്ടു. അതൊരു മാന്
എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റിയ നല്ല തിരക്ക് അല്ല, നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4-5-6 ആണ്, അത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ബലിയിടാൻ പറ്റി. മഴ ഉണ്ടായിരുന്നില്ല, ദൈവം സഹായിച്ചിട്ട്. മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മള് ബലി ഇട്ടിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാനുണ്ടോ. സമയം ഇപ്പൊ ഒരു 8:30 ആവുന്നേ ഉള്ളൂ. നമ്മുടെ അപ്പുണ്ണി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അവന് ചെറിയൊരു മടിയായിട്ടുണ്ട്. മടി എന്ന് പറഞ്ഞാൽ അവന് തീരെ വയ്യ കേട്ടോ. ചെറിയ ശ്വാസം മുട്ടും ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പൊ ബലി ഇട്ട് വന്നു, ഞങ്ങള് വീട്ടിൽ എത്തി. അപ്പത്തേക്ക് നമ്മുടെ അപ്പുണ്ണിയുടെ ഒരു ലഞ്ച് ടൈം ഒക്കെ ആകുമ്പോഴത്തേനും അവനെ പോയി സ്കൂളിൽ നിന്ന് കൂട്ടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അവനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്തായാലും. പിന്നെന്താ ഇനിയിപ്പോന്നില്ല, കുഞ്ഞു അപ്പുവൊക്കെ വീഡിയോ കോൾ ഇപ്പോൾ വിളിച്ച് അവരെ കൂട്ടാണ്ട് പോയിട്ട്. അപ്പുവിന് വലിയ പ്രശ്നമല്ല, കുഞ്ഞു ബഹളം ഉണ്ടാക്കുന്നുണ്ടായി. പിന്നെ അവനിതാ സ്കൂളിൽ പോകാൻ വേണ്ടി ഇപ്പൊ റെഡിയായി എല്ലാം സെറ്റായി. ഞാൻ പറഞ്ഞു മോനെ ഞാൻ കൂട്ടാൻ വരും, ഹോസ്പിറ്റലിൽ പോകണം, സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി ഒരുങ്ങി റെഡി ആയിട്ട് എന്നെ വിളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഇനിയും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. എന്താ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അമ്പലത്തിൽ കയറി, 2 അമ്പലത്തിലും കയറിയിട്ട് തൊഴുതു. നമ്മള് ബത്തേരി ടൗണിൽ കൂടെയാണ് പോകുന്നത്. ബത്തേരി ടൗണിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബത്തേരി ഒരു വയനാട്ടിലല്ല, കേരളത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു ടൗണുകളിൽ ഒന്നാണ് ബത്തേരി. പിന്നെ ബത്തേരി ടൗണിൽ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് പാർക്കിംഗ് അങ്ങനെ തലങ്ങും വിലങ്ങുമായിട്ട് പാർക്കിംഗ് ഒന്നും കാണാൻ പറ്റില്ല. പാർക്കിംഗ് ഒക്കെ പക്കയാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിൽട്ടണിലാണ് കയറിയത് കേട്ടോ. വിൽട്ടണിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ഹോട്ടലാന്നൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവിടേക്കാണ് ഞങ്ങൾ കയറുന്നത്. പൊതുവേ ഞങ്ങൾ എന്താ പറയുന്നത്, ബലിയൊക്കെ ഇട്ട് വരുമ്പോൾ ഞങ്ങൾ ജൂബിലി കയറിയിട്ടാണ് ഫുഡെല്ലാം കഴിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഞാനിവിടെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞു ഇവിടുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ കൈയെല്ലാം കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്കാണെങ്കിൽ വലിയ മൂടൊന്നുമില്ല, കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഗൈസ്. ഇനി ഏട്ടൻ പറഞ്ഞു ഇനി ഭക്ഷണം കൂടെ കഴിച്ചില്ല ഒന്നുകൂടെ ഗ്യാസ് കയറും, പിന്നെ ഒന്നും കൂടെ ഛർദ്ദിക്കാൻ തോന്നും, അതൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ കേട്ടോ. രാവിലെ പിന്നെന്താ എന്താ പറയാ, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. വീട്ടിലാണുള്ളത്. ഭക്ഷണം കഴിക്കുക, വീട്ടിലേക്ക് വിടുക. നല്ല ക്ഷീണമുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട് രാവിലെ തന്നെ. വെജ് ആയിരിക്കും നോക്കുന്നത് അല്ലേ? ചേട്ടൻ നോക്കുകയാണെങ്കിൽ വെജ് ആയിരിക്കും ഗൈസ് നോക്കുന്നത്. അപ്പും കുഞ്ഞും ഹോട്ടലത്തെ കണ്ടിട്ടേ ഇളകു. കുഞ്ഞു ഇളകില്ല, അപ്പു ഇളകു. നമ്മള് നൂൽ പൊറോട്ടയും പിന്നെന്താ പറഞ്ഞ വെള്ളപ്പം, ഗ്രീൻ പീസ് കറിയാ പറഞ്ഞത് കേട്ടോ. ഛർദ്ദിക്കാൻ വരുന്നോണ്ട് നമ്മളങ്ങനെ എന്താ പറയാ, ചിക്കൻ ബീഫ് മട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല, ലൈറ്റ് ആയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ നൂൽ പൊറോട്ട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഏട്ടാ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതാണ് കഴിക്കാൻ 2 കാപ്പിയും പറഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷൻസിൽ ഒന്നാണ് വിൽട്ടൺ, പിന്നെ ജൂബിലി, പിന്നെ മത്തായിസ്. സെന്റ് ലൂയിസ് കോളേജ് റോഡിലാണ്. ആ റോഡിലേക്ക് ഇറങ്ങുന്ന പിന്നെ ആ ജംഗ്ഷനിൽ അവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമ്മൾ ജൂബിലിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ വിൽട്ടണിലേക്ക് മാറി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും വന്നപ്പോൾ ഒരു വട്ടം മത്തായിസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയല്ലേ? നല്ല സ്ട്രോങ് ഉണ്ട്.
വെള്ളപ്പം ചൂടുണ്ടല്ലേ. ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് കറിയുടെ കളർ എന്താ? നമ്മള് പച്ചക്കറിയുള്ളൂ. നൂൽ പൊറോട്ട. നൂല് പോലെയുള്ള പൊറോട്ട കഴിച്ചു. ഇതാണ് നൂൽ പൊറോട്ട. കറി ഒഴിക്കാം അപ്പച്ചേട്ടാ, കറി ഒഴിക്കും. അച്ചാറല്ലേ? ബീറ്റ്റൂട്ട് അച്ചാറ്. നൂൽ പൊറോട്ട കേട്ടോ, ഫസ്റ്റ് ടൈം നമ്മൾ കഴിച്ചോക്കാൻ വേണ്ടി പോവാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഗ്രീൻ അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞതേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. സംഭവം നല്ല രസമുണ്ട്. നല്ല അച്ചാറ് മിക്സഡ് ആവുന്നുണ്ട്, നല്ല മധുരമുണ്ട്. വരുന്ന വഴിയിൽ നമ്മൾ നല്ല ചോളം കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ. അങ്ങനെ കുറച്ച് ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി. ഇന്ന് സാമ്പാറാണ് വീട്ടിൽ വെക്കുന്നപ്പോൾ പച്ചക്കറി. നമ്മുടെ കുഞ്ഞിന് മിഠായിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് പറയുകയാണ് പോവാ, നമുക്ക് ഇനിയും പോവാന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോവാ, ചേട്ടനെയും കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എന്താ പറയുന്നത് അങ്ങനെ അടക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ കിടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാതെ എല്ലാ കൂടെ ടാറ്റാ, ബൈ ബൈ, സീ യു.